ഇന്ന് നമ്മൾ കൊഞ്ച് കറിയാണ് വയ്ക്കുന്നത്. കൊഞ്ച് ഇത് 1/2 കിലോ, പിന്നെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, മുരിങ്ങയ്ക്ക. ഇത് ഇവിടുത്തെ മുരിങ്ങയ്ക്കയാണ്. ഇതൊക്കെയാണ് കറി വയ്ക്കാൻ. ഇനി ഞാനിത് കറി വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ എണ്ണ ഒഴിക്കാൻ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. 2 സ്പൂൺ എണ്ണയെ ബാക്കി നമ്മൾ ഇച്ചിരി ഉലുവാപ്പൊടി, ഉലുവ ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇച്ചിരി ഉലുവ ചേർക്കുക. ഉലുവ ചേർത്ത് അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടുക. വാട്ടുക. അതിൻ്റെ പച്ചച്ചവ പോകുന്നോളം വരെ നമ്മളത് വാട്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഇടുക. അല്ലേ, ചെറിയ ഉള്ളി ഇടുക. അതിൻ്റെ പച്ചച്ചവം കൂടെ പോകും. നമ്മൾ തേങ്ങ അരച്ചാണ് ചെമ്മീൻ വയ്ക്കുന്നത്, കൊഞ്ച് വയ്ക്കുന്നത്. അത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഈ മുരിങ്ങയ്ക്ക നമ്മളിവിടെ നിന്ന് പറിച്ചതാണ്. കഴിഞ്ഞ ദിവസം മുരിങ്ങയൊക്കെ കാണിച്ചില്ലേ നിങ്ങളെ, അപ്പോൾ അവിടുത്തേന്ന് പറിച്ചതാണ്. നമ്മൾ തക്കാളി ഇടുന്നു. തക്കാളി ഇട്ട് വാട്ടുകയാണ്. ഇവിടെ ഉപ്പും കൂടെ ചേർത്താണ് വാട്ടുന്നത്. ഇപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും. രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിയുടെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്ക് കുറച്ച് അടച്ചു വയ്ക്കാം. കുറച്ച് 5 മിനിറ്റ് നമുക്ക് അടപ്പ് തുടങ്ങി. ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി 2 സ്പൂണാണ്. അതിൻ്റെ പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം 1 സ്പൂണ്. നമുക്ക് കുറച്ചുള്ള കൊഞ്ച്. പിന്നെ നമുക്ക് കുരുമുളക് ഇടാം. ഇതൊക്കെ ഇട്ട് പച്ചമണം മാറുന്നതും വരെ നമുക്ക് ഇളക്കാം. അടുത്ത് നമുക്ക് മുരിങ്ങയ്ക്ക ഇടാം. നമ്മുടെ ഇവിടുത്തെ മുരിങ്ങയ്ക്കാണ്. നമുക്ക് ചെമ്മീനിടാം. ചെമ്മീനിട്ട് ഒന്ന് വേകണം. എന്നിട്ട് ചെമ്മീനിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം കുറച്ചൊഴിച്ച് നമുക്ക് വേവിക്കുക. ഇളക്കി യോജിപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാം. ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാം. യോജിപ്പിച്ചത് വേവിക്കാം. വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ അരയ്ക്കാം. അരയ്ക്കാനാണ് തേങ്ങ അരച്ച് ചേർക്കാം. പെരുംജീരകവും തേങ്ങയും കൂടെ. നമ്മൾ അടപ്പ് തുറന്ന് വെന്തിട്ടുണ്ട്, കൊഞ്ച് വെന്തിട്ടുണ്ട്. നമ്മളിനി അരച്ച് വെച്ച തേങ്ങയും
പെരിഞ്ജീരകമാണ്, അത് നമ്മൾ ചേർക്കാൻ പോവാണ്. ചേർത്ത് ഇളക്കുന്നു, നല്ലപോലെ യോജിപ്പിച്ച് വയ്ക്കാം. നമുക്കിനി ഉപ്പൊക്കെ നോക്കി റെഡിയാണോ നോക്കാം. ഒന്ന് അടച്ചു വെക്കാം, 1 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മൾ തുറന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മേളിൽ ഇച്ചിരി കരിവേപ്പിടുകയാണ്. കരിവേപ്പിട്ട് 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വെച്ച് കൂട്ടണേ, നല്ല ടേസ്റ്റാണ് മുരിങ്ങയ്ക്കായിട്ട്.